വലിയ ലെവലെത്തിയിട്ടുള്ള ഒരാളും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളും വലിയ അമാനുഷിക ശക്തിയുള്ളവരൊന്നുമല്ല. അവർ ചെറിയ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്തുകൊണ്ട് മാത്രമാണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തവൻ്റെ പേര് മാത്രമാണ് സാധാരണ ആൾക്കാർ ഓർഡിനറി ആയിട്ട് ജീവിക്കുന്നതും അല്ലാത്ത ആൾക്കാർ എക്സ്ട്രാ ഓർഡിനറി ആവുന്നതും. ഈ എക്സ്ട്രാ എന്ന് പറയുന്ന കാര്യത്തിന് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് നമ്മളെല്ലാ കാര്യങ്ങളും അവർ ഓൺ ടൈം വരും, എല്ലാ കാര്യങ്ങളും അവരുടെ ഡിസിപ്ലിനാണ് ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പല ആൾക്കാരും ടാലൻ്റാണ് അതെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഏറ്റവും ഡിസിപ്ലിനും ഹാർഡ് വർക്കും ചെയ്യുന്ന ഏതൊരാളും തീർച്ചയായിട്ടും വിജയിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെറിയ ഇതിനകത്ത് ആരും നമ്മളെ വഴക്ക് പറയാനില്ല, ആരും നമ്മളോട് വന്നില്ലെങ്കിലും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ലേറ്റ് ആയാലും ആരും പറയാനില്ല. പക്ഷേ നമ്മൾ സ്വയം ഡിസിഷൻ എടുക്കുക. നമ്മളിതിനകത്ത് ഈ ഒരു ട്രേഡിങ് മാത്രമല്ല, നമുക്ക് ഇത്രയും ചെറിയൊരു മുതൽ മുടക്ക് വന്നിരിക്കുന്ന ഈ ബിസിനസ് കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്നൊരു ബിസിനസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിസ്സാരമായി ഇപ്പം ഇവിടെ തന്നെ ഏതൊക്കെ കൺട്രി എന്നുള്ളൊരു ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? ഏതൊക്കെ പുറത്തുനിന്ന് ഔട്ട് ഓഫ് കൺട്രി ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവരൊന്ന് ജസ്റ്റ് പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇന്ത്യക്ക് പുറത്തുനിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവർ പെട്ടെന്ന്. എവിടുന്ന? UK. സജി പോൾ UK. അടുത്തത് അവിടെ എത്ര മണിയായിപ്പോൾ UK? വെളുപ്പിനെ 3 മണി. ഓക്കെ. അടുത്ത് വേറെ ആരാണ്? പെട്ടെന്ന് പറഞ്ഞു. വേറെ അതർ കൺട്രീസ് പെട്ടെന്ന് പറയും. സൗദി അറേബ്യ. എത്ര മണിയാണ് അവിടെ? 5 മണി ഇപ്പോൾ. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് പെട്ടെന്ന് പറയൂ. അതർ കൺട്രീസ്. US ഒക്കെ ഇല്ലേ? സുരേഷ് സാറില്ലേ? US. വേറെ കാനഡയുള്ള ആൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നു തോന്നുന്നു. ഓക്കെ. വേറെ ആരാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ. അപ്പം ഞാൻ പറയാൻ കാരണം ഇവരെ ശ്രദ്ധിക്കുമോ? ഒരു വെളുപ്പിനെ 2:30-3 മണിക്കാണ് സൗദി എന്നുള്ള ആൾ കയറുന്നത്. അവിടുത്തെ ടൈം 3 മണിയോ മറ്റാണ് കയറുന്നത്. മറ്റേ ആൾ വെളുപ്പിനെ സമയത്ത്. ഇതുപോലുള്ളവരും ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, രാവിലെ ഇവിടെയുള്ള ആൾക്കാർ നമുക്ക് ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഉറങ്ങാനും ഒക്കെ താല്പര്യം, നമുക്ക് കിടന്നുറങ്ങുന്ന രാവിലെ ഇഷ്ടം. പക്ഷേ നമ്മൾ ഏറ്റവും സക്സസ്സിന് വേണ്ടി ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ രാവിലെ ഈ സെഷൻ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് ഒരു പുതിയ പ്രോജക്റ്റും ഒരു ഫോക്കസ്ഡ് ആയിട്ട്, അതിനാണ് 1991 എന്നാണ് അതിന് പറയുന്നത്. 1991 എന്ന് പറയുന്നതിൻ്റെ കാരണം പുതിയൊരു പ്രോജക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട്, നമ്മൾ ഏതൊരു കാര്യത്തിലും ഫോക്കസ്ഡ് ആയിട്ട് പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ എന്ത് ഏറ്റെടുക്കുമ്പോഴും അതിരാവിലെയുള്ള സമയം, ഏർലി മോർണിംഗ് 90 മിനിറ്റ്സ് 90 ഡേയ്സ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ നമ്മളതിനകത്ത് വിജയിച്ചേ പറ്റുള്ളൂ. പുതിയൊരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഫിക്സ് ആവും. ഒന്നും ആലോചിക്കാതെ അല്ല രാവിലെ മോർണിംഗ് പ്രോഗ്രാം വെച്ചിട്ടുള്ളതും. ഇപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ 75-100 പേരുടെ ഒക്കെ പ്രോഗ്രാമാണ്. ഞങ്ങൾ 6 പേരെ 7 പേരെ വെച്ച് തുടങ്ങിയ പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് ഇനിയും വലുതായിക്കൊണ്ടിരിക്കും. ഒരു 500 പേര് 1000 പേരിലേക്കൊക്കെ പെട്ടെന്ന് എത്തിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ വരുന്ന ആൾക്കാർ നമ്മൾ കേട്ടേച്ച് പോകാമെന്നുള്ളതല്ല, നിങ്ങളുടെ ലെവലിൽ നിങ്ങളുടെ ടീമിലുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ടീച്ചിങ്ങാണ് ഇവിടെ തരുന്നത്. ഓരോരുത്തരും, കാരണം നമുക്ക് ടീം വലുതായിക്കൊണ്ടിരിക്കുന്നു, പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു നല്ല ടൈമിലാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് തുടങ്ങിയത് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ചുരുക്കം 6-7 പേരെ വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, നമ്മളന്ന് തുടങ്ങിയ സമയത്ത് തീരുമാനിച്ചൊരു കാര്യമുണ്ട്, ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും 90 ദിവസം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനകത്തുനിന്നാണ് ഈ ഇന്ന് നിങ്ങൾ കാണുന്ന ഇത്രയും ആൾക്കാർ വളർന്നു കയറി വരുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു ഉത്തരവാദിത്തം എടുക്കുക. നമ്മുടെ ബിസിനസ്സിൻ്റെയും നമ്മുടെ ലൈഫിൻ്റെയും CEO ആകുക. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുക. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എപ്പോൾ ഇരിക്കുന്നു അന്നേരം മുതൽ വളരും.